കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം. തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാട് സ്വദേശികളെയാണ്. ജനം TV ഇൻവെസ്റ്റിഗേഷൻ. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുകയാണ്. ചിലതൊക്കെ പിടിക്കപ്പെടുന്നു, മറ്റുള്ളവ സജീവമായി തുടരുന്നു. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രചരണം. ഫേസ്ബുക്കിൽ കേരള ലോട്ടറി എന്ന പേരിൽ നിരവധി അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകളിലൂടെയും വാട്സാപ്പിലൂടെയും തട്ടിപ്പുകാർ സന്ദേശങ്ങൾ അയക്കും. ലൈവായി നറുക്കെടുക്കുന്നു, ഓൺലൈനായി വേഗം ടിക്കറ്റ് എടുക്കൂ എന്ന രീതിയിലാണ് പ്രചാരണം. ടിക്കറ്റ് വിലയും സമ്മാനത്തുകയുമൊക്കെ പരസ്യങ്ങളിൽ കാണാം. കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവനിലെ അഡ്രസ്സും. വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ തട്ടിപ്പുകാരുടെ സൈറ്റിലേക്ക്. അവിടെ പേര് വിവരങ്ങൾ കൊടുത്ത് ഓൺലൈനായി പേയ്മെൻറ്റും ചെയ്താൽ ടിക്കറ്റ് എടുക്കാം. അയച്ചു തരുന്ന ലോട്ടറി ടിക്കറ്റിലാവട്ടെ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട്. വ്യാപക പ്രചരണത്തിലൂടെ നിരവധി ആളുകളാണ് ഈ വലയിൽപ്പെടുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികൾ. സാർ, എൻ്റെ പേര് പ്രേംകുമാറാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു വിളംബരം കണ്ടായിരുന്നു. അതിൽ ഓൺലൈൻ ലോട്ടറി വിളംബരമാണ്. അത് ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ വില 49 രൂപ. എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് പറഞ്ഞ് 2 ടിക്കറ്റ് ഞാൻ GPay ചെയ്ത് കൊടുത്ത്, ഒരു 98 രൂപ GPay ചെയ്ത് കൊടുത്ത് അവന്മാർ ടിക്കറ്റ് അയച്ചു തന്നു. ടിക്കറ്റ് അയച്ചു തന്നു. ഒരു 2 മണിയാകുമ്പോൾ ഇത് എനിക്ക് പറഞ്ഞു 8 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഓഫീസിലോട്ടൊന്ന് വരുമോയെന്ന് ചോദിച്ചു. ഞങ്ങളപ്പോൾ പോയി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ ഇത് ഫേക്കെന്ന് അറിഞ്ഞു. തട്ടിപ്പുകാരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. சார், நீங்கள் இப்போ பேசுறீங்க, சொல்லுங்கள் சார். நான் தான் சார் பேசுகிறேன் சார். ஆஃபீஸில் நீங்கள் எங்கே இருக்கீங்களா? எனக்கு லொக்கேஷன் அனுப்புங்க, வாட்ஸ்அப்பில் கரண்ட் லொக்கேஷன் அனுப்புங்க. கரண்ட் லொக்கேஷன் வாட்ஸ்அப்பில் அனுப்புங்க. எனக்கு இதான் உங்கள் வாட்ஸ்அப் நம்பரு. இருங்க, நான் ஹாய்னு மெசேஜ் பண்ணுறேன். ടിക്കറ്റ് വില തുച്ഛമാണെന്ന് കണ്ട് ഭാഗ്യപരീക്ഷകരായ പലരും വലിയ തുകയ്ക്കാണ് ടിക്കറ്റുകൾ എടുക്കുന്നത്. സമ്മാനം കിട്ടിയെന്ന് കരുതി തിരുവനന്തപുരത്തേക്ക് എത്തുന്നവരുമുണ്ട്. ഭാഗ്യാന്വേഷികളോടാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഓൺലൈൻ ലോട്ടറി എന്നൊരു സംവിധാനം ഔദ്യോഗികമായില്ല. തട്ടിപ്പിൽ വീഴരുത്, കരുതിയിരിക്കുക. ബിജു പരവൂരിനൊപ്പം മനോജ്, ജനം, കൊല്ലം. കൂടുതൽ വിവരങ്ങളുമായി മനോജ് തന്നെ ചെയ്യുകയാണ്. മനോജ് പറഞ്ഞതുപോലെ തന്നെ കരുതിയിരിക്കണം, ഈ ഒരു തട്ടിപ്പിൽ വീഴരുത്. പക്ഷേ അനവധി പേരാണ്, പ്രത്യേകിച്ച് അന്യസംസ്ഥാനക്കാരായ നിരവധി പേരാണ് ഇവിടെ വഞ്ചിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ കൃത്യമായി ഇടപെടൽ നടക്കുന്നില്ല. ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോഴും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും ഓൺലൈൻ ലോട്ടറി എന്ന പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതായത് കേരള ഭാഗ്യക്കുറിയുടെ അതേ മോഡലിൽ തന്നെ ലോട്ടറി അടിച്ച് അതോടൊപ്പം തന്നെ പരസ്യങ്ങൾ ചെയ്ത് ഈ അന്യ സംസ്ഥാനത്തുള്ളവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത്. കൂടുതലും തമിഴ്നാട് സ്വദേശികളാണ് ഈ തട്ടിപ്പിനിരയാകുന്നത്. അതായത് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയും വാട്സപ്പുകളിലൂടെയും ഒക്കെ ലഭിക്കുന്ന സന്ദേശങ്ങൾ അനുസരിച്ച് ഇവർ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിനുള്ളിലേക്ക് കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുവാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ആ ടിക്കറ്റ് എടുക്കുവാൻ ഓപ്ഷൻ അതിൽ നമ്മുടെ പേരും അതോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസും അതോടൊപ്പം ഈ പേയ്മെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്ന സ്ക്രീൻഷോട്ടും അടക്കം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ലോട്ടറി ടിക്കറ്റ് അവർക്കായി അയച്ചു നൽകുന്നത്. അത് ഒന്നെടുക്കുവാൻ പോകുമ്പോൾ അവർ 2ഉം 3ഉം എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ ഈ ടിക്കറ്റുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നു. അത് 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇത് ഓരോ ദിവസവും ഈ ടിക്കറ്റ് വിൽപ്പന ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓൺലൈൻ വഴി. അപ്പോൾ നിരവധി ആളുകൾ അതെടുക്കുന്നു. പിന്നീട് ചിലരോടൊക്കെ, അതായത് ഈ ചില നമ്പറുകൾ കാട്ടി അതിന് സമ്മാനം അടിച്ചു എന്നുള്ള ഒരു പ്രചാരണം നടത്തുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം സമ്മാനം അടിച്ചു എന്നുള്ള റിസൾട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണയായി ഇത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ടിക്കറ്റുകൾ എടുക്കുന്നവരുണ്ട്. അങ്ങനെ സമ്മാനം അടിച്ച ആളുകൾ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവരോട് വാട്സപ്പിൽ ലൊക്കേഷൻ അയക്കാമെന്നൊക്കെ പറഞ്ഞ്
തിരുവനന്തപുരത്തെ അഡ്രസ്സാണ്, അതായത് വികാസ് ഭവനിലെ അഡ്രസ്സാണ് നൽകുന്നത്. പക്ഷേ അവിടേക്ക് എത്തി മടങ്ങുന്ന നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ നിരാശരായി മടങ്ങുന്നവർ, ഈ തമിഴ്നാട് ദൂരെ നിന്നൊക്കെ എത്തുന്നവരുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൈബർ വിങ് ആണ് കൃത്യമായും ഇതിൽ നടപടിയെടുക്കേണ്ടത്. പോലീസിൻ്റെ സൈബർ വിങ് ഈ കാര്യത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നതിൽ കൂടുതലും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും സജീവമായി മറ്റുള്ളവ തുടരുന്നു. അതിൽ പ്രധാനമായും ഈ ലോട്ടറി പോലുള്ള തട്ടിപ്പ്, അത് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഈ മുദ്രയും അതോടൊപ്പം തന്നെ ഡയറക്ടറുടെ ഒപ്പുമൊക്കെ വെച്ചാണ് ഈ ടിക്കറ്റ് നൽകുന്നത്. അപ്പോൾ ഈ ടിക്കറ്റുമായി ഇത് വിശ്വസിച്ച് ഒരുപാട് പേർ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള ഒരുപാട് പേർ, അവിടെ സാധാരണയായി ലോട്ടറി വിൽപ്പനയില്ല, അതുകൊണ്ട് തന്നെ കേരളത്തെയൊക്കെ ആശ്രയിച്ചാണ് പലരും ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ ഓൺലൈനായി ലഭിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ ആണല്ലോ എന്ന് കണക്കാക്കിയാണ് അവരൊക്കെ ഇത്തരത്തിൽ പൈസ ചിലവാക്കി ഈ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ അവരെ വഞ്ചിതരാക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇനിയും ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ അത് ഈ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിരന്തരമായുള്ള ഈ സന്ദേശങ്ങൾ അവരുടെ ഫോണുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ നോക്കിയാൽ കാണാം, കേരള ലോട്ടറി എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നിരവധി അക്കൗണ്ടുകളാണ് വരുന്നത്. അതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യമടക്കം ഈ അക്കൗണ്ടുകളിലുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കേരള ലോട്ടറി ഓൺലൈൻ എന്ന് കാണിക്കും. അതിലേക്ക് പിന്നീട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടേതായ ലിങ്കിലേക്ക് പോകും. അവിടെയും ഈ അഡ്രസ്സും എല്ലാം നൽകിയിട്ടുണ്ട്. സമ്മാന തുകയും അതോടൊപ്പം തന്നെ നറുക്കെടുപ്പ് തീയതി അടക്കം അതിൽ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അതായത് സാധാരണക്കാരായ തമിഴ്നാട് സ്വദേശികളായാലും മറ്റു സംസ്ഥാനത്തുള്ളവരായാലും അവരൊക്കെ ഇത് മനസ്സിലാക്കുമ്പോൾ വൈകി പോകുന്നു എന്നുള്ളതാണ് KP. യെസ്, ഓൺലൈൻ ലോട്ടറിയുടെ പേരിൽ വ്യാപകമായ തട്ടിപ്പ്, ഇതിൽ സർക്കാർ സംവിധാനങ്ങൾ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.